ഹായ് ഹലോ എല്ലാവർക്കും മൈ ഷെയർസ് ബുട്ടീക്കിലേക്ക് സ്വാഗതം. ഞാൻ കീർത്തന ഫ്രം കണ്ണൂർ. നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂര് ചെറുകുന്ന് KSEBിയുടെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പോൾ നേരിട്ട് വാങ്ങാൻ പറ്റുന്നവരൊക്കെ നേരിട്ട് വന്ന് തന്നെ വാങ്ങുക. പിന്നെ എൻ്റെ കമൻറ്റേഴ്സിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് ഞാൻ 2 പേർക്ക് ഇന്ന് കമൻറ്റ് സെക്ഷനിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട 2 കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ മന്ത് ലാസ്റ്റ് എന്നാണ് പറഞ്ഞത്, പക്ഷേ അതല്ല, എനിക്ക് ഈ അർഹതപ്പെട്ടവരുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വാല്യബിൾ പേഴ്സൺസ് ആണ്. കാരണം അവരുടെ ടൈം, അവർ ഒരു മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നവരാണ്. നല്ലത് പറയാൻ ചിലവാക്കുന്നവരുണ്ട്, മോശം പറയാൻ ചിലവാക്കുന്നവരുണ്ട്. അത് മോശം പറയുന്നവർ എന്നിട്ട് അവർക്ക് ഒരു തരം അവസ്ഥയാണ്, നെഗറ്റീവ് പറഞ്ഞേ പറ്റൂ. എവിടെയെങ്കിലും ഒരു വീടിന്റെ എവിടെയെങ്കിലും ഇരുന്ന് അവരിങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർ ബാക്കോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ പോസിറ്റീവ് കമന്റേഴ്സ് അങ്ങനെയല്ല, അവരെപ്പോഴും എല്ലാവരും ഉയരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, ചുറ്റിലുള്ള എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുന്നവരാണ്. അവരുടെ ഒരു ചെറിയ സമയം എനിക്ക് വേണ്ടി കണ്ടെത്തിയതിന് ഞാൻ എപ്പോഴും അവരോട് കടപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 2 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ കമന്റ് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ഉണ്ടാവാറുണ്ട്, കമന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്കത് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു അവസ്ഥയില്ല. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അത് 2 കമന്റ് സെക്ഷനിൽ ഞാൻ 2 കമന്റേഴ്സിനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇനോഗ്രേഷൻ ടൈമിനുള്ള ഒരു വീഡിയോയുടെ താഴെ ഉണ്ടായ കമന്റാണ്. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ കമന്റേഴ്സിന് ആരും അറിയാതെ ഞാൻ ഗിഫ്റ്റായിട്ട് കുർത്തി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ റിവീൽ ചെയ്തിട്ടില്ലാന്നേ ഉള്ളൂ. അതായത് ഞാൻ ഇങ്ങനെ നെറുക്കെടുക്കാതെ തന്നെ ഞാൻ ഗിഫ്റ്റായിട്ട് കുർത്തി കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് അറിയാലോ ആരൊക്കെയാണ് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നവർ. അവർ തന്നെ എനിക്ക് എൻ്റെ അതായത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടൊക്കെ അയക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ റിവീൽ ചെയ്യാതെ തന്നെ ഞാൻ കുറെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 പേരെ സെലക്ട് ചെയ്തവരെ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് തോന്നി ഞാനിത് ഡയറക്റ്റ് ആയിട്ട് ആൾക്കാരെ അറിയിച്ചുകൊണ്ട് തന്നെ ചെയ്യാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു ഇത് മുതൽ ഈ വീഡിയോ മുതൽ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അതായത് ഏറ്റവും നല്ല കമന്റ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് 2 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കമന്റ് വന്നിരിക്കുന്നത്, അയച്ചിട്ടുള്ളത് യൂസർ EQ9JH9DR4N. അവർ എല്ലാ വീഡിയോന്റെയും താഴെ കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവരയച്ച കമന്റ് ഇതാണ്: ഷോപ്പ് ആവുകയാണ് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വരണം എന്നുണ്ട്, പക്ഷെ എനിക്ക് വരാൻ കഴിയാത്ത ഒരാളാണ്. വീൽ ചെയറിൽ കഴിയുന്ന ഒരാളാണ്. എന്നാലും ഷോപ്പ് ഇനി നല്ല നിലയിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ ഇന്ന് കാണിച്ച ആലിയ കട്ട് അടിപൊളി. ഇതാണ് അവർ ചെയ്ത കമന്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കമന്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചൊരു കമന്റാണ്. അന്നേ തോന്നിയതായിരുന്നു ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത്. കാരണം അവരെപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിന്റെയും താഴെ കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ വ്യക്തി ഞാൻ കാണിക്കാം ആ ഒരു കമന്റ്. ഇതാണ് ആ കമന്റ്. അപ്പൊ നമുക്ക് ഇവർക്കാണ് ഫസ്റ്റ് ഗിഫ്റ്റ് കേട്ടോ. സെക്കൻഡ് കമന്റ് എന്ന് പറയുന്നത് യൂസർ KF2WD5DT7N. ഈ ഒരു ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സൂപ്പർ, നന്നായിട്ടുണ്ട്, എങ്ങനെ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യൂ ഉള്ള ഒരു കമന്റ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് റേറ്റ് എവിടെയെങ്കിലും കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വന്ന് പിന്നെ പറയും, എന്താ അവിടെ ഇത്രയല്ലേ ഇവിടെ ഇത്രയല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ എത്രയോ റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ പല കുർത്തിയും കൊടുക്കുന്നത്. എനിക്ക് കിട്ടുന്ന ഞാൻ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നതിന്റെ ചെറിയൊരു മാർജിൻ മാത്രമാണ് ഞാൻ കൂട്ടിയെടുക്കുന്നത്. അപ്പൊ ഓരോരോ ആൾക്കാരും അതായത് പലയിടങ്ങളിൽ നിന്നായിരിക്കില്ലേ എടുക്കുന്നത്. അപ്പൊ അത് വന്ന് പറയാൻ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. പക്ഷെ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. അതാണ് ഞാൻ 599 650 കൊടുക്കുമ്പോൾ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നതെന്ന് പറയാൻ ഒരാളും ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കമന്റ് ഇവിടെ കണ്ടപ്പോൾ എനിക്കതിന് കൊടുക്കണം എന്ന് തോന്നി. കാരണം അത് പറയാനുള്ള ഒരു മനസ്സുണ്ടായി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കമന്റ് ആണ്. അപ്പോൾ അവർക്കാണ് അടുത്തത്. ഈ 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ 2 പേരും എന്ത് ചെയ്യുക, വാട്സപ്പുമായി കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ പിന്നെ എല്ലാവർക്കും നമുക്ക് കളക്ഷൻസിലേക്ക് കടക്കാം. ഇത്തവണയും മൈ ഷെയർസ് ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ജുവൽ നെക്കാണ്. ഏറ്റവും കൂടുതൽ നല്ല അതായത് മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ് ജുവൽ നെക്ക്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഷോപ്പിലായാലും വന്നിട്ട് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് ജുവൽ നെക്ക്. പിന്നെ വന്നിരിക്കുന്നത് പിന്നെ കോട്ടൺ കുർത്തിയാണ് കേട്ടോ. 3XL കോട്ടൺ കുർത്തിയാണ്. പിന്നെ ടിഷ്യൂല് വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം.
ജവൽ നെക്കിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. നല്ലൊരു അടിപൊളി പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതിന്റെ ഈ ഒരു നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ ഹൈ നെക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിലും ചെറിയ രീതിയിലുള്ള ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട്. നല്ല കട്ട് ബീഡ്സിന്റെ വർക്കാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു നെറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഈ ഒരു ചുറ്റിലും ഈ നെക്കിന്റെ ചുറ്റിലുമായിട്ട് വന്നിട്ടുള്ളത്. ഇത്രയും നല്ല ഭംഗിയായിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ഷെയ്ഡിൽ ഈ ഒരു ട്രാൻസ്പെറന്റ് നെക്കൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും. പിന്നിൽ സിബാണ് കേട്ടോ, ബാക്ക് സൈഡിൽ സിബാണ് കേട്ടോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. എ ലൈൻ പാറ്റേണിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത്. 3/4 ആണ് സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ് ഇല്ല. ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം. വർക്കിന്റെ ക്ലോസർ വ്യൂ കണ്ടോ, അത്രയും നല്ല റിച്ച് ആയിട്ടാണ്, നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് പോയിട്ടുള്ളത്. നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു നെക്ക് സൈഡിൽ കണ്ടോ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ബാക്ക് സൈഡ് സിബാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ലൈനിങ് കാണിക്കാം. ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത്. ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് 47 ഇഞ്ചസ് ആണ് കേട്ടോ. കണ്ടോ, ഇത്രയും ഇതിലാണ് വന്നിരിക്കുന്നത്. നല്ല ലെങ്ത് ഉണ്ട്, നല്ല ഫ്ലെയറും ഉണ്ട്. അത്രയും നല്ലൊരു പാറ്റേൺ ആണ്. അത്രയും നല്ല പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 699 മാത്രമേ ഉള്ളൂ. മീഡിയം ടു XXL വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 699 ഒരു ജേർലിനൊക്കെ കുർത്തി എന്ന് പറഞ്ഞാൽ അത്രയും അഫോർഡബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. അത്രയും നല്ല അടിപൊളി റേഞ്ചിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 650 ആ ഒരു റേഞ്ചിൽ മാത്രമേ ഈ കുർത്തിക്ക് വില വരുന്നുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ സെയിം പാറ്റേണിൽ ജോൾ നെക്കിൽ തന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഗ്രേന്റെയും പേസ്റ്റൽ ഗ്രീനിന്റെയും കോമ്പിനേഷൻ ആണ് കേട്ടോ. അതിന്റെ എക്സാക്ട് കളർ ഷെയ്ഡ് പറയാൻ അറിയത്തില്ല. അങ്ങനത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത്. ഒരു പേസ്റ്റൽ ഗ്രീൻ, ഡാർക്ക് ഒരു പേസ്റ്റൽ ഗ്രീനും അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡും ഒരു കോമ്പിനേഷൻ, ആ ഒരു ഷെയ്ഡാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അത് ആ ഒരു കളർ ഷെയ്ഡ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതിന്റെ സെയിം പാറ്റേൺ തന്നെയാണ്. റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്. കണ്ടോ, ഇത്രയും റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് വന്നിരിക്കുന്നത്. സ്കാറ്റേർഡ് ആയിട്ട് ഈ ഒരു ട്രാൻസ്പെറന്റ് നെക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കട്ട് ബീഡ്സിന്റെ വർക്കാണ് പോയിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു ഹൈ നെക്കിലും ഈ ഒരു കട്ട് ബീഡ്സിന്റെ വർക്ക് സ്കാറ്റേർഡ് ആയിട്ട് പോയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ സ്ലീവ് ലൈനിങ് ഇല്ല. സ്ലീവ് 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം. ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത്. കണ്ടോ, ബാക്ക് സൈഡ് സിബാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ലൈനിങ് കാണിക്കാം. ലൈനിങ് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതാണ് കുർത്തി വന്നിരിക്കുന്നത്. മീഡിയം, ലാർജ്, XL, XXL എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലെങ്ത് വന്നിരിക്കുന്നത് 47 ഇഞ്ചസ് ആണ്. പ്രൈസ് 699 മാത്രമാണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. വേഗം തന്നെ പർച്ചേസ് ചെയ്തു. സെയിം പാറ്റേണിൽ തന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. സെയിം തന്നെയാണ് എല്ലാ ഡീറ്റെയിൽസും വന്നിരിക്കുന്നത്. ഈ ഒരു ട്രാൻസ്പെറന്റ് നെക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ ഈ ഒരു വർക്ക് വരുമ്പോഴേക്കും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു അടിപൊളി ലാവൻഡർ ആണ് കേട്ടോ. ഇത്രയും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കാണാൻ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഫുൾ വ്യൂ. നല്ല ലെങ്തിലാണ് വന്നിരിക്കുന്നത്. 47 ഇഞ്ചസ് ആണ് ഈ ഒരു കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത്. സെയിം ഈ ഒരു റിച്ച് ഹാൻഡ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 3/4 ആണ് സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ് ഇല്ല. ഹൈ നെക്കിൽ കംപ്ലീറ്റ് ഈ ഒരു വർക്കാണ് പോയിട്ടുള്ളത്. കട്ട് ബീഡ്സിന്റെ വർക്കാണ് പോയിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബാക്ക് പോർഷൻ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക. ഇത്ര വരെ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഇങ്ങനെ വരും. ലൈനിങ് കാണിക്കാം. ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വരിക. ലെങ്ത് പറഞ്ഞാൽ ലെങ്ത് 47 ഇഞ്ചസ് ആണ്. മീഡിയം, ലാർജ്, XL, XXL എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 699 മാത്രമാണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. വേഗത്തിൽ തന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു മജന്ത പിങ്ക് ഷെയ്ഡാണ്.
സെയിം തന്നെയാണ്, 4 കളർ ഷെയ്ഡ്സും നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് റിച്ച് ഹാൻഡ് വർക്കാണ് ഈ ഒരു യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്പെറന്റ് നെക്കാണ്, സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത്. ഹൈനെക്കിൽ ഈ സ്കാറ്റേർഡ് ആയിട്ട് ഈ കട്ട് ബീഡ്സിന്റെ വർക്കാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത്. റിച്ച് ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കളർ ഷെയ്ഡിൽ ഈ ട്രാൻസ്പെറന്റ് നെക്കിലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഹൈലൈറ്റ് ചെയ്യാണ്, അതായത് നമ്മുടെ ഈ ഒരു മജന്ത ഷെയ്ഡിൽ ഈ ഒരു ഹാൻഡ് വർക്ക് വരുമ്പോൾ അത് ട്രാൻസ്പെറന്റ് നെക്കിൽ വരുമ്പം നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടും. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം. ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വർക്കിന്റെ ക്ലോസർ വ്യൂ. ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് ജുവൽ നെക്ക്. അത്രയും റേറ്റ് ആണ് കേട്ടോ അതിന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ലെങ്ത് വന്നിരിക്കുന്നത് 47 ഇഞ്ചസ് ആണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 699 മാത്രമാണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഒരു ചാർജും വേറെ ഈടാക്കേണ്ടതില്ല കേട്ടോ. അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നല്ലൊരു സ്ലിറ്റഡ് കുർത്തിയാണ്. ടിഷ്യൂ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. 2 ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് രണ്ടും. അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. നമുക്ക് ഇതിൽ ഗോൾഡൻ വീവിങ് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊരു പിങ്ക് ആയിട്ടും ഓറഞ്ച് ആയിട്ടും ഒക്കെ തോന്നും. അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ്. ഇതിൽ യോക്ക് പോർഷനാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ല ഒരു ഭംഗിയുള്ള കോപ്പർ സെറി വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ആണ് പോയിട്ടുള്ളത്. നല്ലൊരു ഹാർട്ട് ഷേപ്പിലുള്ള നെക്കാണ് പോയിരിക്കുന്നത്. 3/4 ആണ് സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അത്രയും നല്ലൊരു ഐറ്റം ആണ്. സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം. വർക്കിന്റെ വർക്ക് ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ടോ. നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത്. സീക്വൻസ് വർക്കാണ് ഈ ഒരു സെന്റർ പോർഷനിൽ പോയിട്ടുള്ളത്. കണ്ടോ, ഇത്രയും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷൻ. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് 45 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് വന്നിരിക്കുന്നത്. ലൈനിങ് കാണിക്കാം. സ്ലീവിൽ ലൈനിങ് ഇല്ല. ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇങ്ങനെയാണ് ലൈനിങ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 620 ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. സെയിം പാറ്റേണിൽ തന്നെ ടിഷ്യൂ ഫാബ്രിക്കിൽ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ്. ഒരു ചെറുപയർ പച്ച കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ വീവിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഷൈനിങ് ആണ് കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേക രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഹാർട്ട് ഷേപ്പ് നെക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പോഷനിൽ നല്ലൊരു സെരി വർക്കാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ സീക്വൻസ് വർക്കും പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഈ കംപ്ലീറ്റ് യോക്ക് പോർഷൻ പോയിട്ടുള്ളത്. 3/4 ആണ് സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ് ഇല്ല. ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത്. ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് 45 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം. വർക്കിന്റെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഉണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള വർക്കാണ്. ഈ ഒരു എംബ്രോയിഡറി വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് കോപ്പർ ത്രെഡ് കൊണ്ട് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്ലീവിൽ ലൈനിങ് ഉണ്ട്. ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് സ്ലീവിൽ ലൈനിങ് ഇല്ല. ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലൈനിങ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ലൈനിങ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് 45 ഇഞ്ചസ് ആണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 620 മാത്രം. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് 3XL കാർക്കുള്ള കോട്ടൺ കുർത്തിയാണ്. അത് 4 കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. അതിൽ ഒന്ന് റെഡ്, ഒന്ന് ബ്ലാക്ക്, പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡും പിന്നെ ഒരു നല്ലൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡും ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ്. അതിൽ ഈ ഒരു വൈറ്റ് കളറിലുള്ള ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. പ്രിന്റ് അല്ല, ത്രെഡ് തന്നെയാണ് പോയിട്ടുള്ളത്. സെരി വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലീവ് 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ് ഇല്ല. ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത്. അതിലൊരു വി കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ കുർത്തിയുടെ ലൈനിങ് കാണിക്കാം. ലൈനിങ് ഇങ്ങനെയാണ്. ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് 45 ഇഞ്ചസ് ആണ് കേട്ടോ. ഇത് 3XL സൈസിൽ മാത്രമേ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ. പ്രൈസ് വന്നിരിക്കുന്നത് 520 ആണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ്. സെയിം തന്നെയാണ്. റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത്. അതിലൊരു വി കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇങ്ങനെ വരും ഫുൾ വ്യൂ. ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് ഇങ്ങനെ വരും.
ലൈനിങ് കാണിക്കാം. ബ്ലാക്ക് കളർ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് ഫുൾ വ്യൂ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് തേർഡ് കളർ നോക്കാം. തേർഡ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതാണ്. ഇങ്ങനെയാണ് ഫുൾ വ്യൂ വന്നിരിക്കുന്നത്. സെയിം തന്നെയാണ് എല്ലാം. റൗണ്ട് നെക്ക് വി കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് ലൈനിങ് ഇല്ല. ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് 45 ഇഞ്ചസ് ആണ്. ഈ ഒരു വർക്കാണ്. ഇത് പ്രിന്റ് അല്ല, ഈ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് കേട്ടോ. ബൂട്ടാസ് വർക്കായിട്ട് പോയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഫോൺ. അപ്പോൾ ഇത് പ്രൈസ് വരുന്നത് 520. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്. ഓറഞ്ച് എന്നും പറഞ്ഞുകൂടാ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഒരു റെയർ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. സെയിം തന്നെയാണ് എല്ലാ ഫീച്ചേഴ്സും വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. പ്രൈസ് വന്നിരിക്കുന്നത് 520 മാത്രം. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. അടുത്തത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് ആർക്കാണെന്ന് നോക്കാം. കഴിഞ്ഞ 2 വീഡിയോ ഷെയർ ചെയ്തവരിൽ നിന്ന് ആർക്കാണ് ഗിഫ്റ്റ് എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ എല്ലാവരുടെ പേരും ഞങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. കാണിക്കാം. ആണ്ടോ, ഇത്രയും പേരാണ്. ഏകദേശം 40ഓളം പേര് പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും പേരാണ്. അയ്യോ, വീണു. ഇത്രയും പേരാണ് കേട്ടോ പങ്കെടുത്തത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ആരാണ് വിജയി എന്ന് നോക്കാം. ഓക്കെ, സുജിഷ അനൂപ് കോയോട്. സുജിഷ അനൂപ് കോയോട് കാണുന്നുണ്ടോ? ഈ കുട്ടിക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വിജയ്ക്ക് അഭിനന്ദനങ്ങൾ. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ഇന്ന് കാണിച്ച കുർത്തികളിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ നമ്പറിലേക്ക് അയച്ചു തരിക. കൂടാതെ സൈസ് ഇഷ്യൂസ് ഒന്നും തിരിച്ചെടുക്കുന്നതല്ല കേട്ടോ. പിന്നെ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ്. എന്നാൽ മാത്രമേ ഡിഫക്റ്റീവ് ഐറ്റം ആണെങ്കിൽ ഞങ്ങൾ റിട്ടേൺ ചെയ്ത് തരികയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.